നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ഇന്ന് നിയമസഭയിൽ അദ്ദേഹം നിർവഹിച്ചത് 100% ഉചിതമായ നടപടിയാണെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ നിലപാട് 100% ശരിയാണ്, ഗവർണർ ശരിയാണ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതാണ് ഇന്ന് അദ്ദേഹം സ്വീകരിച്ച നിലപാട്. ഭരണഘടനയിൽ വിശ്വാസമുള്ള ആൾ എന്നുള്ള നിലയിൽ തന്നിൽ അർപ്പിതമായിട്ടുള്ള ഭരണഘടനാപരമായ ബാധ്യത 1 മിനിറ്റ് 18 സെക്കൻഡിലൂടെ നയപ്രഖ്യാപനം വായിച്ചതിലൂടെ അദ്ദേഹം നിർവഹിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് തന്നിൽ അർപ്പിതമായ ഭരണഘടനാ ബാധ്യത അദ്ദേഹം നിർവഹിച്ചു. അതോടൊപ്പം തന്നെ നയരഹിതവും ജനവിരുദ്ധവുമായ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഈ സർക്കാരിന്റെ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്താതിരിക്കുക എന്നുള്ളതാണ് ജനങ്ങളോട് ചെയ്യാനുള്ള കടമ എന്ന് അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അതിന്റെ ഭൂരിപക്ഷ ഭാഗങ്ങൾ വായിച്ചില്ല. ഞാൻ സൂചിപ്പിച്ചത്, ഒരു ഭാഗത്ത് അദ്ദേഹം 1 മിനിറ്റ് 18 സെക്കൻഡ് നയപ്രഖ്യാപനം വായിച്ചുകൊണ്ട് തന്നിൽ അർപ്പിതമായ ഭരണഘടന ദൗത്യം നിർവഹിച്ചു, ഭരണഘടനാ ബാധ്യത നിർവഹിച്ചു. അതോടൊപ്പം ജനവിരുദ്ധവും നയരഹിതവുമായിട്ടുള്ള സംസ്ഥാനത്തെ സർവനാശത്തിലേക്ക് നയിച്ചിട്ടുള്ള ഈ ഗവൺമെന്റിന്റെ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്താതിരിക്കുക എന്നുള്ളതാണ് ജനങ്ങളോട് നിറവേറ്റാനുള്ള ബാധ്യത എന്ന് മനസ്സിലാക്കി. അപ്പൊ ജനങ്ങളോടുള്ള ബാധ്യതയും അദ്ദേഹം നിറവേറ്റി, ഭരണഘടനയോടുള്ള ബാധ്യതയും നിറവേറ്റി. അതുകൊണ്ട് അദ്ദേഹം നടത്തിയത് ഉചിതമായ നടപടിയാണെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. മാത്രമല്ല, അദ്ദേഹം സത്യത്തിൽ ഈ ഗവൺമെന്റിന് എന്ത് നയപ്രഖ്യാപന പ്രസംഗമാണ് നടത്തേണ്ടത്? ഒരു നയവും ഈ ഗവൺമെന്റിനില്ല. ജനവിരുദ്ധതയും സർവാധിപത്യവും അഴിമതിയുമാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര. പെൻഷൻ പോലും കിട്ടാത്തതിന്റെ പേരിൽ വികലാംഗരടക്കമുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. ഓരോ ദിവസം കഴിയുന്നതോറും ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം, അത് കർഷകരാവട്ടെ, വികലാംഗരാവട്ടെ, മറ്റ് പാവപ്പെട്ടവരാവട്ടെ, അവരുടെ എണ്ണം വർദ്ധിക്കുന്നു. അതുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗമല്ല വേണ്ടത്. ഈ ഗവൺമെന്റ് നഞ്ചി വാങ്ങാൻ പോലും നയാ പൈസ ഇല്ലാത്ത രീതിയിൽ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഒരു ധവളപത്രം അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നയപ്രഖ്യാപനമല്ല വേണ്ടത്, ധവളപത്രമാണ് വേണ്ടത്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ള, ഇന്ന് നമ്മുടെ പ്രതിപക്ഷത്തിന്റെ തനിനിറം വ്യക്തമായി. അദ്ദേഹം വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ്, ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഗവർണർ നിയമസഭയെ അവഹേളിച്ചു, അപമാനിച്ചു എന്നുള്ളതാണ്. ഗവർണർക്കെതിരായുള്ള CPM ആരോപണം പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ആവർത്തിച്ചിരിക്കുന്നു. ദേശീയ തലത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന IND മുന്നണിയുടെ ഒരു അരങ്ങേറ്റമാണ് ഇന്ന് വി ഡി സതീശന്റെ, പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെ കേരളത്തിൽ IND മുന്നണി അണിയറയിലായിരുന്നു, ഇപ്പോഴ് അരങ്ങത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഇന്നത്തെ വി ഡി സതീശന്റെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഭരണപക്ഷത്തിന് ആലവട്ടം പഞ്ചാമരം വീശുക എന്നുള്ളതാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ജോലി എന്ന് വളരെ നിസ്സംശയം പറയാൻ സാധിക്കും. ഇത് കേരളത്തിൽ മാറുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു പരിപ്രേക്ഷ്യമാണ്. നമ്മുടെ IND മുന്നണിയുടെ ഉദയം, മടിയും മറയും ഇല്ലാതെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിക്കുന്നത്, ഇതെല്ലാം മാറുന്ന കേരള രാഷ്ട്രീയത്തിന്റെ ഒരു വ്യക്തമായ സൂചനയാണ്. കാരണം കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയം രൂപപ്പെട്ടു വരികയാണ്. പരമ്പരാഗത മുന്നണികളായ LDFനോടും UDFനോടും വിട പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമർപ്പിക്കുന്ന മലയാളിയുടെ ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിൽ രൂപപ്പെട്ടു വരികയാണ്. നാളിതുവരെ കേരളം കാണാത്ത രീതിയിലുള്ള രാഷ്ട്രീയമാണ്. മാത്രമല്ല, ഈ രണ്ട് മുന്നണികൾക്കും എതിരായിട്ട് എല്ലാ ഭാഗങ്ങളിലും അതിശക്തമായ പ്രതിഷേധവും
അമർഷവും ഉയർന്നു വരികയാണ്. ഇപ്പൊ ഒരു ഭാഗത്ത് സാഹിത്യകാരന്മാരുടെ പ്രതിഷേധം, ഇടതുമുന്നണി പിണറായി ഗവൺമെന്റിനെതിരെ അതിരൂക്ഷമായ വിമർശനം നമുക്ക് എല്ലാവർക്കും അറിയാം. ബഹുമാന്യനായ കേരളത്തിന്റെ അഭിമാനമായ MT വാസുദേവൻ നായരുടെ ഭാഗത്തുണ്ടായി. M മുകുന്ദൻ കുറച്ചുകൂടി കടന്നു പറഞ്ഞു, ഈ രണ്ട് മുന്നണികളും വേർതിരിച്ചറിയാനാവാത്ത വിധം ഒന്നായിരിക്കുന്നു. രണ്ട് മുന്നണികൾക്കും എതിരായിട്ടൊരു കുറ്റപത്രമാണ് സാഹിത്യകാരൻ M മുകുന്ദന്റെ ഭാഗത്തുണ്ടായത്. സച്ചിദാനന്ദനും ഇതിനോട് തുലനം ചെയ്യാവുന്ന രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ 22-ാം തീയതി അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠ ബഹിഷ്കരിക്കാൻ CPM-ഉം കോൺഗ്രസ് തീരുമാനിച്ചു. അതിനെതിരായിട്ട് വിവിധ സാമുദായിക സംഘടനകൾ, NSS, SNDP, ധീവരസഭ, വിശ്വകർമ്മ മഹാസഭ, ക്രൈസ്തവ പുരോഹിതന്മാർ, ക്രൈസ്തവ സംഘടനകൾ എല്ലാവരും രംഗത്ത് വന്നു. അതായത് കോൺഗ്രസിന്റെയും CPM-ന്റെയും തീരുമാനത്തെ പരസ്യമായിട്ട് വിമർശിക്കാൻ കേരളത്തിലെ സാമൂഹ്യ സംഘടനകൾ രംഗത്ത് വരുന്നു, സാഹിത്യകാരന്മാർ രംഗത്ത് വരുന്നു. ഈ സമയത്താണ് കേരളം സന്ദർശിച്ച ശ്രീമാൻ നരേന്ദ്രമോദിക്ക് നാളിതുവരെ കാണാത്ത രീതിയിലുള്ള വരവേൽപ്പ്, പൊതുസമൂഹം നടത്തിയ വരവേൽപ്പ് നാം കാണുന്നത്. അതുകൊണ്ട് കേരളം മോദി ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നു. ആ തരത്തില് പുതിയ രാഷ്ട്രീയം കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നു. ഇതിന് ബദൽ രാഷ്ട്രീയമാണ്, കേരളത്തിന് ബദൽ രാഷ്ട്രീയം രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബദൽ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ ദേശീയ ജനാധിപത്യ സഖ്യം വലിയ കർമ്മപരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് NDAയുടെ സംസ്ഥാന ചെയർമാൻ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ജനുവരി 27-ാം തീയതി കാസർകോട്ട് നിന്നും കേരള പദയാത്ര ആരംഭിക്കുകയാണ്. ഈ കേരള പദയാത്ര കാസർകോട് നിന്ന് താളിപ്പറമ്പ് മൈതാനത്ത് നടക്കുന്ന വൻ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഈ പദയാത്ര ആരംഭം കുറിക്കുന്നത്. ഈ പദയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ ജഗത് പ്രകാശ് നഡ്ഡയാണ്. 20 ലോക്സഭാ മണ്ഡല അടിസ്ഥാനത്തിലാണ് പദയാത്ര പ്രയാണം ചെയ്യുന്നത്. ആദ്യത്തെ 27 കഴിഞ്ഞാൽ 29-ാം തീയതി കണ്ണൂർ ലോക്സഭാ മണ്ഡലം, 30-ാം തീയതി വയനാട് ലോക്സഭാ മണ്ഡലം, 31-ാം തീയതി വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഈ പദയാത്ര പര്യടനം നടത്തും. അങ്ങനെ വിവിധ ജില്ലകളില് പര്യടനം നടത്തിക്കൊണ്ട് ഫെബ്രുവരി 27-ാം തീയതി പാലക്കാട്ടാണ് ഈ പദയാത്ര അവസാനിക്കുന്നത്. 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും യാത്ര ചെയ്യും. എന്നിട്ട് ഒടുവിൽ ഫെബ്രുവരി 27-ാം തീയതി പാലക്കാട്ട് ഈ യാത്ര അവസാനിക്കും. അതില് ഫെബ്രുവരി 31-ന് വടകരയിൽ സമാപിച്ചാൽ പിന്നെ ഫെബ്രുവരി 3-ാം തീയതി ആറ്റിങ്ങലിലാണ് പദയാത്ര നടക്കുന്നത്. 5-ാം തീയതി പത്തനംതിട്ട, 6-ാം തീയതി കൊല്ലം, 7-ാം തീയതി മാവേലിക്കര. ഇത് രണ്ടാമത്തെ ക്ലസ്റ്റർ എന്നുള്ള രീതിയിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഫെബ്രുവരി 3-ാം തീയതി ആറ്റിങ്ങലും, 5-ാം തീയതി പത്തനംതിട്ടയും, 6-ാം തീയതി കൊല്ലവും, 7-ാം തീയതി മാവേലിക്കരയിലും K. സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കേരള പദയാത്ര പര്യടനം നടത്തും. ഇതേപോലെ തന്നെ പിന്നീട് ആ പദയാത്ര ആരംഭിക്കുന്നത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലാണ്. ഫെബ്രുവരി 9-ന് 3-ാമത്തെ ക്ലസ്റ്റർ. ഫെബ്രുവരി 9-ന് കോട്ടയം, 10-ാം തീയതി ആലപ്പുഴ, 12-ാം തീയതി തിരുവനന്തപുരം ഈ യാത്ര പര്യടനം നടത്തും. ഈ യാത്രയുടെ ഉദ്ഘാടനം എല്ലാ ദിവസവും 3 മണിക്കാണ് പദയാത്രയുടെ ഉദ്ഘാടനം നടക്കുന്നത്. അതേപോലെ തന്നെ വൻ സമ്മേളനത്തോടുകൂടിയുള്ള സമാപനവും ഉണ്ടാകും. ഉദ്ഘാടന സമ്മേളനങ്ങളിൽ കേന്ദ്ര നേതാക്കന്മാർ പങ്കെടുക്കും, കേന്ദ്ര മന്ത്രിമാർ പങ്കെടുക്കും. ഫെബ്രുവരി 12-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന പദയാത്രയിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാ അത് ഉദ്ഘാടനം ചെയ്യും.
ഇതിന് പുറമെ നിരവധി കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര നേതാക്കന്മാരും പങ്കെടുക്കും. ഒരു പദയാത്രയിൽ, ഒരു ലോക്സഭാ മണ്ഡലത്തിലെ പദയാത്രയിൽ കുറഞ്ഞത് 25,000 പേരാണ് പങ്കെടുക്കുന്നത്. അത്തരം 25,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പദയാത്ര കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇതുവരെ നടത്തിയിട്ടില്ല, ഒരു മുന്നണി നടത്തിയിട്ടില്ല. ആ തരത്തിൽ ഓരോ ലോക്സഭാ മണ്ഡലത്തിലും നടക്കുന്ന പദയാത്രയിൽ 25,000-ൽ കുറയാത്ത ആളുകൾ പങ്കെടുക്കും. മാത്രമല്ല, ഈ പദയാത്ര മറ്റൊരു സവിശേഷത, പദയാത്രയില് നമ്മുടെ സംസ്ഥാനത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഇതുവരെ BJPയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റ് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നിരവധി പ്രമുഖന്മാർ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലെ പദയാത്രയിൽ അവരണിനിരക്കും. അതോടൊപ്പം തന്നെ ഈ പദയാത്രയുടെ ഭാഗമായിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ യോഗം നടക്കുന്നുണ്ടാവും. കാലത്ത് 3 മണിക്കാണ് പദയാത്രയുടെ ഉദ്ഘാടനം നടക്കുന്നത്. കാലത്ത് ഗുണഭോക്താക്കളുടെ, കേന്ദ്ര പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ആളുകളുടെ യോഗം സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ NDA ചെയർമാൻ പങ്കെടുക്കും. അതേപോലെ തന്നെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളുകളുമായിട്ട് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംവദിക്കും. അവരുടെ പ്രത്യേകം യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ സാംസ്കാരിക, മത, സാമുദായിക സംഘടനകളിലെ പ്രമുഖരായിട്ടുള്ള ആളുകളുമായിട്ട് സംവദിക്കുന്നുണ്ട്. അതായത് സ്നേഹയാത്ര എന്ന രീതിയിൽ നേരത്തെ നാമകരണം ചെയ്ത ആ പരിപാടി ഈ പദയാത്രയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. അപ്പൊ 1, ഗുണഭോക്താക്കളുടെ യോഗം; 2, സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുമായി സംവദിക്കും; 3, നേരെ സൂചിപ്പിച്ച സാമുദായിക സംഘടനകള്, സാമൂഹ്യ സംഘടനകള്, സാംസ്കാരിക സംഘടനകളുള്ളവരുമായിട്ട് സംവദിക്കുന്ന ഒരു സ്നേഹയാത്രാ പരിപാടിയും ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്ത് 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നടക്കുന്ന പദയാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ NDAയിൽ ചുരുങ്ങിയത് 1000 പേരെ പുതുതായി ചേർക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ 20 ദിവസത്തെ പദയാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ചുരുങ്ങിയത് 1000 പേര് NDAയിൽ ചേരും. അതായത് നേരത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച സംസ്ഥാന തലം മുതൽ താഴെ തലം വരെയുള്ള ചുമതല വഹിച്ചിരുന്നവരുണ്ടാകാം. അതേപോലെ തന്നെ വ്യത്യസ്ത സാമൂഹിക, സാമുദായിക, സാംസ്കാരിക സംഘടനകളിലെ അമരക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. അങ്ങനെ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിച്ച സാമൂഹ്യ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, ഇവരിൽപ്പെട്ടിട്ടുള്ള 1000 പേര്, ചുരുങ്ങിയത് 1000 പേരെങ്കിലും ഓരോ പദയാത്രയിലും ഓരോ ദിവസം നടക്കുന്ന പദയാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ചിട്ട് NDAയിൽ ചേർക്കും. ഈ ഒരു പരിപാടി കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജനുവരി 27 കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയും ഫെബ്രുവരി 27 പാലക്കാട് അവസാനിക്കുകയും ചെയ്യുന്ന ഈ പദയാത്ര അവസാനിക്കുമ്പോഴേക്കും കേരളത്തിലെ പുതിയ ബദൽ രാഷ്ട്രീയം NDAയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു വരും. ആ ബദൽ രാഷ്ട്രീയത്തിന്റെ മൂർത്തമായ രൂപം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. LDFനോടും UDFനോടും വിട പറഞ്ഞുകൊണ്ട് മോദി ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്ന മലയാളിയെയാണ് നാം ഇപ്പൊ കാണുന്നത്. മാറുന്ന മലയാളിയുടെ മനസ്സ് നമുക്കിപ്പോ കേരളത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു ബദൽ രാഷ്ട്രീയം രൂപപ്പെട്ടു വരുന്നു. ദേശീയ തലത്തിൽ നിന്ന്, ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിന്നിട്ടുള്ള കേരളം ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ദേശീയ രാഷ്ട്രീയത്തോട്, നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തോട്, വികസനത്തിന്റെ രാഷ്ട്രീയത്തോട്, ജനക്ഷേമത്തിന്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം സംഭവിക്കാൻ പോകുന്നു. അതിന് ആക്കവും വേഗതയും കൂട്ടാൻ ഈ NDA ചെയർമാൻ ശ്രീ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കേരള പദയാത്രയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
BJPയുടെ ആത്മവിശ്വാസം എന്നതിനപ്പുറത്ത് ഒരു ദേശീയതയുടെ, ദേശാഭിമാന ബോധത്തിന്റെ, ദേശസ്നേഹത്തിന്റെ ഒരു പുതിയ ഉണർവ് നമ്മുടെ കേരളത്തിൽ സർവ്വ മേഖലയിലും നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയക്കാരായിട്ടുള്ള CPM-ഉം കോൺഗ്രസും ബഹിഷ്കരിച്ച ചടങ്ങ് കേരളത്തിലെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് മുഴുവൻ കേരളവും ആ ചടങ്ങിനെ നെഞ്ചേറ്റാൻ, ഏറ്റെടുക്കാൻ, വിജയിപ്പിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഈ ജനുവരി 22-ന് കേരളത്തിൽ നടന്നിട്ടുള്ള വിവിധ പരിപാടികൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കോൺഗ്രസിനും CPM-നും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ആ ബഹുഭൂരിപക്ഷം ജനസമൂഹം ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് സംഘടിപ്പിച്ച വിവിധ പരിപാടികളിൽ പങ്കെടുത്തത്. അപ്പൊ തീർച്ചയായിട്ടും BJPക്ക് മാത്രമല്ല എല്ലാ ദേശസ്നേഹികൾക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങോടുകൂടി സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഒരു പുതിയ യുഗത്തിന്റെ ആരംഭമാണ് ഈ പ്രാണപ്രതിഷ്ഠയോട് ഉണ്ടായിട്ടുള്ളത്. അത് സർവധർമ്മ സമഭാവനയുടെ ഒരു പുതിയ യുഗപ്പിറവി ഉണ്ടായിരിക്കുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും നമ്മുടെ ഈ അയോധ്യയെ സംബന്ധിച്ചുള്ള കോടതി വിധി, അതിനെ തുടർന്ന് ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം പ്രാണപ്രതിഷ്ഠ, ഇതിലെല്ലാ വിഭാഗം ജനങ്ങളും എല്ലാവരും അനുകൂലിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പുതിയ ഇനി ഒരു 2-3 വർഷം കഴിഞ്ഞാൽ ഇത് തൊട്ടപ്പുറത്ത് വലിയ പള്ളി ഉയർന്നു വരുന്നു. ഒരു ഭാഗത്ത് ക്ഷേത്രം, മറുഭാഗത്ത് പള്ളി. ഇത് നമ്മുടെ ഭാരതത്തിന്റെ തനതായ രൂപമാണ്. ഇത് ആ ചന്ദ്രതാരം ഈ നമ്മുടെ ഭാരതത്തിൽ നിലനിൽക്കും. പക്ഷെ അതിനിടയിൽ എവിടെയെങ്കിലും ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട സർക്കാരുകൾ, പോലീസ് നടപടിയെടുക്കണം. ഞങ്ങൾ വിയോജിപ്പില്ല. പക്ഷെ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിച്ച്, ഇന്ത്യയിൽ എവിടെയെങ്കിലും നടന്നൊരു സംഭവത്തെ ചൂണ്ടിക്കാണിച്ച് ഈ പ്രാണപ്രതിഷ്ഠയോടുകൂടി ആസേതു ഹിമാചലം ഉയർന്നു വന്നിട്ടുള്ള ഈ പുത്തൻ ഉണർവിനെ, ഒരു ദേശീയ ബോധത്തെ, അതിന്റെ വെളിച്ചത്തെ തല്ലിക്കെടുത്താൻ തയ്യാറാവുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ള BJPയുടെ നേതാക്കന്മാർ മത്സരിക്കണമോ വേണ്ടയോ? ഇനി മത്സരിക്കണം തീരുമാനിച്ചാൽ ഏത് വേണ്ട, ഇതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ അത്തരം ഒരു തീരുമാനം ഞങ്ങൾ കൈക്കൊണ്ടിട്ടില്ല. അതേ സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് സംഘടനാപരവും രാഷ്ട്രീയവുമായിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് ഞങ്ങളിപ്പോൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് NDAയുടെ നേതൃത്വത്തിൽ, NDAയുടെ സംസ്ഥാന ചെയർമാൻ ശ്രീ K. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 27-ന് അത്യുത്തര കേരളമായ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന കേരള പദയാത്ര. ഒന്നുമില്ല, ഞങ്ങൾ അതിന്റെ ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ നിശ്ചയിക്കും. ഉഭയകക്ഷി NDA ഘടകകക്ഷികളുമായിട്ട് ഫെബ്രുവരി മാസം ആദ്യത്തെ ആഴ്ച ഉഭയകക്ഷി ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഘടകകക്ഷികളുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞതിന് ശേഷമാണ് ഒരു തീരുമാനം ഇക്കാര്യത്തിൽ, ഈ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അല്ല, ഒന്ന് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്, ഒരു ഭാഗത്ത് ആത്മഹത്യകൾ ഇങ്ങനെ ദിവസേന നടന്നുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് പിണറായി സർക്കാരിനെതിരായിട്ടുള്ള അഴിമതികൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആഭ്യന്തര മാർക്കറ്റ് ഉള്ളതിനേക്കാൾ കൂടുതൽ പലിശ കൊടുത്തിട്ട് വിദേശത്തുനിന്നും പണം കൊണ്ടുവന്നു എന്നുള്ളതാണ് മസാല ബോണ്ടിനെതിരായിട്ടുള്ള ആരോപണം. അതിന് മുഖ്യ പങ്ക് വഹിച്ചു എന്ന് കരുതുന്ന അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന് ED നോട്ടീസ് അയച്ചു. അപ്പം ഇതുവരെ ഹാജരാവാൻ തയ്യാറായില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ മാത്രമല്ല കുറ്റക്കാരൻ, മുഖ്യമന്ത്രിയും കുറ്റക്കാരനാണ്. ഞാൻ ഒറ്റക്ക് തീരുമാനം എടുത്തിട്ടില്ല, മുഖ്യമന്ത്രിയിൽ ഒരുമിച്ചായിരുന്ന തീരുമാനം എടുത്തത്. അവിടെ എന്നെ മാത്രം നോട്ടീസ്, അതിന്റെ അർത്ഥം എന്താ? എനിക്ക് മാത്രം നോട്ടീസ് നൽകുന്നതിന് പകരം മുഖ്യമന്ത്രിക്ക് നോട്ടീസ് കൊടുക്കണം. നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുന്നതിന് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യണം. അതാണ് അപ്പോൾ പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ അക്കാര്യത്തിൽ അദ്ദേഹത്തും മൊഴി നേരിട്ട് പോയിട്ട് മൊഴി ഇരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന കത്ത് അതൊരു മൊഴിയാക്കി മാറ്റിയാൽ സ്വാഭാവികമായിട്ടും അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കിനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ വിളിച്ച് ചോദ്യം ചെയ്യാം. അതാണ് CPM-ന്റെ മുൻ നേതാവും മുൻ ധനമന്ത്രിയുമായിട്ട് തോമസ് ഐസക് ED-യോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ ഞങ്ങൾ തോമസ് ഐസക്കിനോട് പറയുന്നത് എന്താണ് സംഭവിച്ചതെന്ന് കേരളത്തിൽ ജനങ്ങളോട് തുറന്നു പറയണം. തനിക്ക് ഇഷ്ടമില്ലെങ്കിലും മുഖ്യമന്ത്രി സമ്മർദ്ദം ചെലുത്തിയതിന്റെ പേരിലാണ് ഈ മസാല ബോണ്ടുകൾ വാങ്ങിച്ചത്. അതിന് പിന്നെ എന്തെങ്കിലും അഴിമതിയുണ്ടോ? ഇതെല്ലാം വേണമെങ്കിൽ ഐസക്കിന് തുറന്നു പറയാം. അദ്ദേഹത്തെ നിരപരാധിത്വം ED-യുടെ മുന്നിലും അതുപോലെ ജനങ്ങളുടെ മുന്നിലും തുറന്നു പറയാൻ സാധിക്കും. ഏതായാലും ഈ മുഴുവൻ കള്ളത്തരങ്ങളും തീവട്ടിക്കൊള്ളകള് ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കറിയാം ബംഗാളില് ഇനി ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം CPM-ന്റെ അന്ത്യ കൂദാശ നടത്താൻ ജ്യോതിബാസുവിനും ബുദ്ധദേവ് ഭട്ടാചാര്യക്കും 34 വർഷം വേണ്ടി വന്നു. എന്നാൽ പിണറായി വിജയന് 10 വർഷം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. ഈ സൈബർ അറ്റാക്കിനോട് ഞങ്ങൾക്ക് യോജിപ്പൊന്നുമില്ല. ഇപ്പൊ നമ്മൾ KS ചിത്ര വിളക്ക് എത്തിക്കാൻ പറഞ്ഞു, രാമനാമം ജപിക്കാൻ പറഞ്ഞു ജനുവരി 22. ഇപ്പോൾ കോൺഗ്രസ് CPM-ന്റെ ഭാഗത്തു നിന്ന് ജിഹാദി സംഘടനയുടെ ഭാഗത്തു നിന്ന് വലിയ സൈബർ ആക്രമണം ഉണ്ടായത്. ഞങ്ങളത് ശക്തമായി എതിർക്കുന്നു. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ അതിന്റെ സംഘാടക സമിതി പ്രഗത്ഭരായ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അവരിൽ ചിലർ പോയിട്ടുണ്ട്, ചിലർ പോയിട്ടില്ല. പോകാത്തതിന്റെ കാരണം പലതും ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് അത് സ്വാഭാവികമാണ്. അതിനപ്പുറത്ത് അതിനെക്കുറിച്ച് വേറൊന്നും പറയാനൊന്നുമില്ല. അതിനിപ്പോ നമ്മുടെ പ്രാഥമിക അഭിപ്രായം ഈ ലോകസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുന്നതായിരിക്കും നന്നാവുക എന്നുള്ള അഭിപ്രായം ഞങ്ങൾ നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യാൻ അതിന് രൂപരേഖ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മുൻ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ട്. ആ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെന്റ് സമർപ്പിക്കും. അതിനുശേഷം ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ഇതിനോട് ഈ നിലപാടിനോട് ലോകസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുക എന്നുള്ളതിനോട് അനുകൂലമായ നിലപാടാണ് നേരത്തെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി പ്രകടിപ്പിച്ചത്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. അത് നമുക്ക് ഇനി നമുക്ക് ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ.